ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? എന്താ ഇവിടെ സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരെണ്ണം മേടിക്കാൻ വന്നു. എന്താണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന്റെ മാനദണ്ഡം? അത് വെറുതെ ഞെട്ടണ്ട, ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. അല്പത്തരം. എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ദേഷ്യം വരുന്നുണ്ടോ പറയടാ. ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയും എടുക്കുന്ന സമീപനം എന്താണുള്ളതിന്റെ ഉദാഹരണമാണ്. ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞു, ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനിൽ വല്ലാത്ത ഷോക്കുണ്ട്. എന്തുപറ്റി സഖാവേ? ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി, എന്റെ അടുത്ത് ആപ്പ് വേണ്ട. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് വരുന്നത്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ദമു എന്ത് പറ്റിയടാ? ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടികെട്ട് വന്നു. രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അറിയാത്തവരല്ലല്ലോ നമ്മളാരും. ആരും പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതും നിനക്ക് വേണ്ട. മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു. അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. എങ്കിലും ഒരു ആള് പറയോ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം. വേദിയിൽ നടപ്പുള്ള കാര്യമാണോ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിൽ ഇരുത്താൻ പറ്റുമോ? അവിടെ വിൻസെന്റ് MLA വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. റഹീമും മേയറും 40 മിനിറ്റ് സ്റ്റേജിലിരുന്നു. അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. BJPക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ട്. അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു. LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. അയ്യോ സമ്മതിച്ചു സാറേ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയോ? അപ്പൊ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ K. സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. MP ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും.